നമ്മുടെ ഗുരുവായൂരപ്പനെ ഇന്നലെ ഉരലിൽ പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ദാമോദരനായിട്ടായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. കണ്ണനെ കുറച്ച് കുറുമ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നതായിട്ട് യശോദാമ്മയ്ക്ക് തോന്നിക്കാണണം, അതുകൊണ്ടാണ് വേഗം തന്നെ പിടിച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭഗവാന്റെ മുഖത്ത് നല്ല സന്തോഷമാണ് കേട്ടോ. നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും നമ്മളെയൊക്കെ നോക്കിയിട്ട് നിൽക്കണ്ടായിരുന്നത്. നന്നായി തടിച്ചൂരിൻ്റെ വെണ്ണയൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഭഗവാൻ. കയ്യിൽ ഒരു ഉരുള വെണ്ണയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു മിടുക്കൻ കുട്ടിയായിട്ടാണ് ഭഗവാനെ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നരസിംഹ ജയന്തിയൊക്കെ ആയിട്ട് നരസിംഹം ഒന്നായിട്ടല്ലല്ലോ ആയിട്ടല്ലാട്ടോ വന്നിരിക്കണത്, ഉണ്ണിക്കണ്ണനായിട്ടാണ് വന്നിരിക്കണേ. പക്ഷേ ഭഗവാന് ഏത് നിമിഷം വേണമെങ്കിലും നരസിംഹമായിട്ട് മാറാനൊക്കെ സാധിക്കും. എപ്പോഴാ ഓരോരോ അസുരന്മാരൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ വധിക്കാനായിട്ട് നമ്മുടെ ഭഗവാന്റെ ലീലകൾ എത്രയൊക്കെ നമ്മൾ കേട്ടിരിക്കണം അല്ലേ. അപ്പൊ ഏത് നിമിഷവും നരസിംഹമൊക്കെ ആയിട്ട് ഞാൻ മാറും എന്നുള്ള ഒരു ഭാവം കൂടെ ഭഗവാന്റെ മുഖത്തുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഉണ്ണിക്കണ്ണനായിട്ട് ഉണ്ണികൃഷ്ണനായിട്ട് അങ്ങനെയായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു. മിടുക്കനായിട്ടുള്ള നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു കേട്ടോ. നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. നമ്മുടെ ശീലകത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല തിളക്കാണ്. ആ ആഭരണങ്ങളൊക്കെ ഏറ്റവും വലിയ ആഭരണങ്ങൾ, ഏറ്റവും നല്ല തിളങ്ങുന്ന ആഭരണങ്ങളൊക്കെ ഇന്നലെ ഭഗവാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. 3 തിരുമുടി മാലയുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലുള്ളത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. പിന്നെ ഒരെണ്ണം നന്ദ്യാർവട്ടം, അതിന് നടുക്ക് കുറച്ച് തെച്ചി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിലെ തെച്ചിയും തുളസിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. ഒരു ഉണ്ടമാലയുണ്ട്, ഒരു ഉണ്ടമാല തന്നെ ഉള്ളൂ കേട്ടോ. അത് തെച്ചി തുളസി അങ്ങനെ മാറി മാറി കോർത്തിട്ടുണ്ട്. പിന്നെ ഭഗവാൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, വലിയ കാതുപൂക്കളുണ്ട്. നല്ല സന്തോഷവാനായിട്ടാണ് പിടിച്ച് കെട്ടിയിട്ടിരിക്കുക യശോദാമ്മ കുറുമ്പ് കൂടിയിട്ട്. അങ്ങനെ നല്ല ചിരിച്ചിട്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നത്. 3 മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. 2 തോളുകളിലും ഓരോ ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഇതൊക്കെ നല്ല തിളക്കുണ്ട് കേട്ടോ. വലത്തേ കൈയിൽ ഒരു വെണ്ണ ഉരുള ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇടത്തെ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ഭാഗത്ത് തന്നെ അരയിൽ ഓടക്കുഴലും കൂടെ തിരികെ വെച്ചിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്, ചുവന്ന പട്ടുകോണകമൊക്കെ ഉണ്ട്. പിന്നെ കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഓരോ ലെയറുകളായിട്ട്, അത് ഈ തുടഭാഗത്തുണ്ട്. നല്ല തടിച്ചിട്ടുള്ള ശരീരമൊക്കെയാണ് കേട്ടോ. ദേഹമൊക്കെ നന്നായിട്ട് തടിച്ചിട്ടാണ് അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുഞ്ഞി കാലുകളിൽ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്. ഒരു കയറ് കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ചുവന്ന പട്ടാണ് കേട്ടോ. പട്ടാണ് കയർന്ന് നമ്മളാണ് സങ്കല്പിക്കുന്നത് അത് കയറാണെന്നുള്ളത്. ആ പട്ടുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഭഗവാന്റെ ഇടത്തെ ഭാഗത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വലത്തെ ഭാഗത്തായിട്ട് ഒരു ഉരലും ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്.